ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്ററായ വാങ്മയം തപഹ് ആണ്. അതായത് പ്രാക്ടീസ് ഓഫ് സ്പീച്ച്. നമുക്ക് നോക്കിയാലോ. ആചാര്യഃ ഗുരുജി പറയാണ്, പ്രിയ ഛാത്രാഃ, ഡിയർ സ്റ്റുഡൻസ്, പഠിതാഃ അസ്മാഭിഃ ഋഗ്വേദസ്യ മന്ത്രാഃ. നമ്മൾ വായിച്ചിട്ടുണ്ട് ഋഗ്വേദത്തിൻ്റെ മന്ത്രം. ജ്ഞായതേക്കും ഋഗ്വേദസ്തു വിശ്വസാഹിത്യേ ആദിമഃ ആലേഖഃ. എന്തേ അറിയാമോ? ഋഗ്വേദമാണ് വിശ്വസാഹിത്യത്തിലെ ഏറ്റവും ആദ്യത്തെ ഗ്രന്ഥം. സാർവകാലികാഃ സാർവഭൗമികാഃ ച അസ്യ ഉപദേശാഃ. ഇതിൻ്റെ ഉപദേശം എല്ലാ കാലങ്ങളിലും ബന്ധം വയ്ക്കുന്ന, സമസ്ത ഭൂമിയെ ബന്ധം വയ്ക്കുന്ന ഒന്നാണ്. ഛാത്രാഃ ആം, അതെ, തഥൈവ കഥിതം, അതുകൊണ്ടാണ് പറയാറ്, സംഗച്ഛധ്വം സംവദധ്വം. ഒരുമിച്ച് നടക്കൂ, ഒരുമിച്ച് പറയൂ. ആചാര്യഃ ഗുരുജി പറയാണ്, സാധു, വളരെ നല്ലത്, വെരി ഗുഡ്. ജാനന്തി കിം ഭവന്തഃ വാചഃ മഹത്വം. അറിയാമോ നിങ്ങൾക്ക് വാണിയുടെ മഹത്വം? വാണിയുടെ മഹത്വം അറിയാമോ? സുമേധ അഹം വദാനി, ഞാൻ പറയാം. വാണിയേക്കാ സംലം കരോതി പുരുഷം യാ സംസ്കൃതാദാര്യത്തെ. ശുദ്ധരൂപത്തിൽ ധരിക്കുന്ന വാണിയാണ് മനുഷ്യനെ അലങ്കരിക്കുന്നത്, മനുഷ്യന് അലങ്കാരമായി മാറുന്നത്. ആചാര്യഃ ശോഭനം, വളരെ നല്ലത്. വിദ്യാവതാം വാചി സരസ്വതി വിരാജത്തെ. വിദ്വാൻമാരുടെ വാണിയിലാണ് സരസ്വതി വിളങ്ങുന്നത്. ഇതമേവ ശിക്ഷയതി അയം പാഠഃ വാങ്മയം തപഃ. ഈ പാഠത്തിൽ, അതായത് വാങ്മയ എന്ന ഈ പാഠവും ഈ അറിവ് തന്നെയാണ് നൽകുന്നത്. ആട്ടെ, എന്തറിവാണ് ഈ പാഠത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്? നമുക്ക് നോക്കിയാലോ. ശാരദ ശാരദാംബോജവദന വദനാംബുജേ സർവദാ സർവദാ അസ്മാകം സന്നിധിം സന്നിധിം ക്രിയാത്. ശ്ലോകത്തിൻ്റെ അൻപൊന്ന് നോക്കാം. ശാരദ അംബോജവദന സർവദാ ശാരദ അസ്മാകം വദന അംബുജേ സർവദാ സന്നിധിം സന്നിധിം ക്രിയാത്. ശാരദ അംബോജവദന, അതായത് ശരത് ഋതുവിലെ താമര മുഖമുള്ള, സർവദാ എല്ലാം തരുന്ന, ശാരദ അമ്മ സരസ്വതി, അസ്മാകം ഞങ്ങളുടെ, വദനാംബുജേ താമര പോൽ മുഖമുള്ള, സർവദാ എപ്പോഴും, സത്നിധിം യഥാർത്ഥ നിധിയോടൊപ്പം, അതായത് അറിവെന്ന നിധിയോടൊപ്പം, സന്നിധിം ക്രിയാത് താമസിക്കൂ. അതായത് ഇവിടെ ദേവി സരസ്വതിയോട് പറയാണ്, റിക്വസ്റ്റ് ചെയ്യാണ്, എല്ലാം നൽകുന്ന ശരത്കാലത്തിലെ താമര പോൽ മുഖമുള്ള ഹേ സരസ്വതി ദേവി, താമര പോൽ മുഖമുള്ള ഞങ്ങളിൽ നിധിയായി അമ്മ കുടികൊള്ളൂ എന്ന്. അടുത്ത ശ്ലോകം നോക്കാം. അപൂർവഃ കോ അപി കോശോ അയം വിദ്യത്തെ തവ ഭാരതി വ്യയതോ വൃദ്ധിമായാതി ക്ഷയമായാതി സഞ്ചയാത്. നമുക്ക് ശ്ലോകത്തിൻ്റെ അൻപൊന്ന് നോക്കാം. ഭാരതി തവ അയം കോശഃ കഃ അപി അപൂർവഃ വിദ്യത്തെ വ്യയതഃ വൃദ്ധിം ആയാതി സഞ്ചയച്ച ക്ഷയം ആയാതി. അതായത് ഇവിടെ പറയാണ്, ഹേ അമ്മേ സരസ്വതി, അവിടുത്തെ ഈ വിദ്യ പോലുള്ള നിധി ഏതോ അത്ഭുത നിധി തന്നെയാണ്. എന്താണോ ചിലവാക്കുന്നതിലൂടെ കൂടുകയും ശേഖരിക്കുന്നതിലൂടെ കുറയുകയും ചെയ്യുക. അതായത് ഇവിടെ പറയാണ്, വേറെ ഏത് രൂപത്തിലുള്ള ധനമാണെങ്കിലും ചിലവാക്കും തോറും കുറയുകയാണ് ചെയ്യുക. പക്ഷേ വിദ്യ എന്ന ധനമോ എത്ര ചിലവാക്കുന്നോ അത്ര കൂടുകയാണ് ചെയ്യുക. അടുത്ത് നോക്കാം. നാസ്തി വിദ്യാസമം ചക്ഷുഃ നാസ്തി സത്യസമം തപഃ നാസ്തി രാഗസമം ദുഃഖം
നാസ്തി ത്യാഗസമം സുഖം. ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ അൻപൊന്ന് നോക്കാം. വിദ്യാസമം ചക്ഷുഹു ന അസ്തി. വിദ്യ പോലുള്ള ഒരു നേത്രം ഇല്ല. സത്യസമം തപഃ ന അസ്തി. സത്യം പോലെ ഒരു തപസ്യ ഇല്ല. രാഗസമം ദുഃഖം ന അസ്തി. മോഹം പോലെ ഒരു ദുഃഖമില്ല. ത്യാഗസമം സുഖം ന അസ്തി. ത്യാഗം പോലെ ഒരു സുഖവും ഇല്ല. അതായത് ഇവിടെ പറയാണ്, സാധാരണ കണ്ണുകൾ നേരെ കാണുന്നതെന്തോ അതാണ് കാണുക. പക്ഷേ വിദ്യ എന്ന നേത്രം അകക്കണ്ണ് തുറക്കുന്നു. സത്യത്തിന് സമമായ തപസ്യയില്ല. അതായത് ഏറ്റവും വലിയ തപസ്യ എന്നത് സത്യം പറയുക എന്നതാണ്. മോഹത്തിന് സമമായ ദുഃഖമില്ല. അതായത് നമ്മൾ ഒന്നിലും എന്താണ് മോഹം കൂടിയാൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. ത്യാഗത്തിന് സമമായ സുഖമില്ല. എല്ലാം വിട്ടുകൊടുക്കുമ്പോഴോ എന്തെന്നില്ലാത്ത സുഖവും നമുക്ക് ലഭിക്കും. അടുത്ത് നോക്കാം. ന തഥാ ശീതല സലിലം ന ചന്ദനരസോ ന ശീതല ഛായ പ്രഹ്ലാദയതി ച പുരുഷം യഥാ മധുരഭാഷിണി വാണി. നമുക്ക് അൻപൊന്ന് നോക്കാം. യഥാ മധുരഭാഷിണി വാണി പുരുഷം പ്രഹ്ലാദയതി തഥാ ശീതളസലിലം ന ചന്ദനരസഃ ന ശീതളഛായ ച ന പ്രഹ്ലാദയതി. എങ്ങനെയാണോ മധുരമായ വാണി മനുഷ്യന് ആനന്ദം നൽകുക, ആനന്ദിപ്പിക്കുക, അത്രത്തോളം അല്ലെങ്കിൽ അങ്ങനെ തണുത്ത വെള്ളത്തിനോ ചന്ദനലേപത്തിനോ തണുത്ത തണലിനോ സന്തോഷിപ്പിക്കാനായിട്ട് കഴിയില്ല. അടുത്ത നോക്കാം. ശുശ്രൂഷ ശ്രവണം ചൈവ ഗ്രഹണം ധാരണം തഥാ ഊഹാപോഹാർത്ഥ വിജ്ഞാനം തത്വജ്ഞാനം ച ദ്വിഗുണാഃ. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അൻപൊന്ന് നോക്കാം. ശുശ്രൂഷ കേൾക്കാനുള്ള ആഗ്രഹം, ശ്രവണം ച ഏവ കേൾക്കുകയും, ഗ്രഹണം തഥാ ധാരണം ഗ്രഹിക്കുകയും ധാരണം ചെയ്യുകയും, ഊഹ അപോഹ വാദപ്രതിവാദം, അർത്ഥവിജ്ഞാനം വേർഡ്സിൻ്റെ മീനിങ്ങിനെ കുറിച്ചുള്ള അറിവ്, തത്വജ്ഞാനം ച ദ്വിഗുണാഃ സന്തി. തത്വജ്ഞാനം എന്നിവ ബുദ്ധിയുടെ ഗുണങ്ങളാണ്. അതായത് ഇവിടെ പറയാണ്, കേൾക്കാനുള്ള ആഗ്രഹവും കേൾക്കുകയും കേട്ടതെന്താണോ അത് ഗ്രഹിക്കുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും വേണോ വേണ്ടായോ എന്ന് ആർഗ്യുമെൻ്റ് ചെയ്യുകയും പറഞ്ഞതെന്താണോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതൊക്കെയാണ് ബുദ്ധിയുടെ 8 ഗുണങ്ങൾ. അടുത്ത ശ്ലോകം നോക്കാം. മാധുര്യം അക്ഷരവ്യക്തി പദച്ഛേദസ്തു സുസ്വരഃ ധൈര്യം ലയസമർത്ഥം ച ഷഡേതേ പാഠകാഗുണാഃ. ഈ ഒരു ശ്ലോകത്തിൽ വായിക്കുന്നവരുടെ ഗുണങ്ങളാണ് പറഞ്ഞത്. ഒരു റീഡറിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിൻ്റെ അൻപൊന്ന് നോക്കാം. മാധുര്യം അതായത് മധുരമായി വായിക്കുക, നല്ല സ്വീറ്റായിട്ട് വായിക്കുക. പിന്നെയോ അക്ഷരവ്യക്തി അക്ഷരങ്ങളുടെ സ്പഷ്ടമായ ഉച്ചാരണം, നല്ല പ്രൊണൗൺസിയേഷൻ കറക്റ്റായിട്ട് വായിക്കുക. പദച്ഛേദഃ പദങ്ങളെ മുറിച്ച് വായിക്കുക. തുസുസ്വരഃ ഇതുപോലെ ഈണത്തിൽ വായിക്കുക. ധൈര്യം ലയസമർത്ഥം ച അതായത് നല്ല ധൈര്യത്തോടെ നല്ല കോൺഫിഡൻറ്റോടെ അതുപോലെ എങ്ങനെയാണോ വായിക്കേണ്ടത് ആ ഒരു രീതിയിൽ നിർത്തിയും ഈണത്തിലും ഒക്കെ വായിക്കുക. ച ഏതേ ഷഡ് പാഠകാഃ ഗുണാഃ ഇവയെല്ലാമാണ് 6 ഗുണങ്ങൾ. ആരുടെ? വായനക്കാരുടെ. അടുത്ത ശ്ലോകം നോക്കാം. ആചാര്യാത് പാദമാദത്തെ പാദം ശിഷ്യഃ സ്വമേധയാ കാലേന പാദമാദത്തെ പാദം സബ്രഹ്മചാരിഭിഃ. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം.
ശിഷ്യഃ ആചാര്യാത് പാദം ആദത്തെ. ശിഷ്യൻ ആചാര്യനിൽ നിന്ന്, അതായത് ഗുരുവിൽ നിന്ന് നാലിലൊരു ഭാഗം പഠിക്കുന്നു. ശിഷ്യഃ സ്വമേധയാ പാദം ആദത്തെ. ശിഷ്യൻ സ്വമേധയാ അവൻ്റെ എക്സ്പീരിയൻസിലൂടെ നാലിലൊരു ഭാഗം പഠിക്കുന്നു. ശിഷ്യഃ കാലേന പാദം ആദത്തെ. ശിഷ്യൻ സമയത്തോടൊപ്പം നാലിലൊരു ഭാഗം പഠിക്കുന്നു. ശിഷ്യഃ സബ്രഹ്മചാരിഭിः പാദം ആദത്തെ. ശിഷ്യൻ സ്വന്തം കൂട്ടുകാരിൽ നിന്ന് നാലിലൊരു ഭാഗം പഠിക്കുന്നു. അതായത് ഇവിടെ പറയാണ്, ശിഷ്യൻ ഒരിക്കലും എല്ലാം ഗുരുവിൽ നിന്നല്ല പഠിക്കുന്നത്. ഒരു ഭാഗം ഗുരുവിൽ നിന്നും, ഒരു ഭാഗം അവൻ സ്വന്തം എക്സ്പീരിയൻസിലൂടെയും, ഒരു ഭാഗം കാലം അവനെ പഠിപ്പിക്കുന്നു, ഒരു ഭാഗം അവൻ അവൻ്റെ കൂട്ടുകാരിൽ നിന്ന് പഠിക്കുന്നു. അടുത്ത ശ്ലോകം നോക്കാം. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചയത് സ്വാധ്യായാഭ്യസനം ചൈവ വാങ്മയം തപ ഉച്യത്തെ. നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അൻപെന്ന് നോക്കാം. യത് വാക്യം, ഇവിടെ വാക്യം എന്ന് ഉദ്ദേശിക്കുന്നത് വാണിയാണ്, സംസാരമാണ് കേട്ടോ. ഏത് സംസാരമാണോ അനുദ്വേഗകരം, പെയിൻലെസ്, വേദന നൽകാത്തതും, സത്യം പ്രിയഹിതം ച, സത്യവും പ്രിയമായിട്ടുള്ളതും, തഥാ സ്വാധ്യായ അഭ്യസനം, അതുപോലെ നിരന്തരമായ ആത്മപഠനവും പരിശീലനവും ഉള്ളത്, ച ഏവ വാങ്മയം തപഃ ഉച്യത്തെ, അങ്ങനെയുള്ള സംസാരത്തെയാണ്, അങ്ങനെയുള്ള വാണിയെയാണ് തപസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയാണ്, മറ്റുള്ളവർക്ക് വേദന നൽകുന്ന കാര്യങ്ങൾ പറയാതെ മറ്റുള്ളവർക്ക് നന്മയേകുന്നതും സത്യവും അതേപോലെ പ്രയോജനവും ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്നതാണ് തപസ്. അപ്പോൾ എല്ലാവർക്കും ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലിയർ ആയെന്ന് കരുതുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ ഉറപ്പായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൊണ്ടൊന്ന് എനേബിൾ ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. താങ്ക്